ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സമ്പുഷ്ടീകരണ ശേഷി ഉപേക്ഷിക്കേണ്ട ഒരു കരാറും അംഗീകരിക്കില്ലെന്നും ആരാഗ്ചി വ്യക്തമാക്കി. തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്നും അമേരിക്കയെ പിൻവലിച്ചിരുന്നു. ആ പദ്ധതി പ്രകാരം ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സമ്മതിച്ചു. എന്നാൽ അമേരിക്ക കരാറിൽ നിന്നും പിന്മാറിയതോടെ ഇറാൻ ക്രമേണ അതിന്റെ സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നാൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെ ഒരു ഭീഷണിയായി കാണുന്ന ഇസ്രയേല് എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും നിർത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം കഴിഞ്ഞ വർഷം 2 തവണ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തു. 2023 ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു.